നമസ്കാരം. വിരാളം രുചിക്കളത്തിലേക്ക് സ്വാഗതം. ക്രിസ്മസ് സീസണൊക്കെ ആയിക്കഴിഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ ഫ്രൂട്ട് ബ്രെഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. മകളി, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? ആയിക്കോട്ടെ. ആദ്യം തന്നെ ഫ്രൂട്ട് ബ്രെഡിനുള്ള ഫ്രൂട്ട്സ് നമുക്കൊന്ന് കുതിർക്കാൻ വെക്കണം. അപ്പം അതിന് വേണ്ടി ആദ്യം ഗോൾഡൻ റേസിൻസ് അതൊരു 1/4 കപ്പ്, അതായത് ഒരു 40 ഗ്രാം. കറുത്ത ഉണക്കമുന്തിരി അതും ഒരു 1/4 കപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് ക്രാൻബെറിയാണ്, അതും 1/4 കപ്പാണ് വേണ്ടത്. പിന്നെ ചെറി അതൊരു 1/4 കപ്പ് നമ്മൾ ചെറുതായിട്ട് നുറുക്കിയത്. പിന്നെ കശുവണ്ടി 2 ടേബിൾ സ്പൂൺ, അതായത് ഒരു 10-12 എണ്ണം വരും, അതും ചെറുതായിട്ട് നുറുക്കിയത്. ഇതെല്ലാം നമ്മളൊരു 1/4 കപ്പ് ഓറഞ്ച് നീരിൽ നമ്മളൊന്ന് കുതിർക്കാൻ വെക്കണം. ഇനി ഓറഞ്ചിൻ്റെ തൊലിയാണ് വേണ്ടത്. അത് 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി, അത് പതുക്കെ നമ്മൾ ഒരു ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ തേനാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും ഇരുന്നാൽ വളരെ നല്ലതാണ്. ഓവർനൈറ്റാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് വെച്ച് എയർ ടൈറ്റായിട്ട് വെച്ച് നമ്മളൊന്ന് ഓവർനൈറ്റേക്ക് വെച്ചേക്കുവാണേ. ഇപ്പോൾ തലേന്ന് രാവിലെയായി, ഞാനതൊന്ന് തുറന്ന് കാണിച്ചാൽ എല്ലാം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ അതിനകത്തെ ഈർപ്പം മാറ്റണം. അപ്പം നമ്മളൊന്ന് അരിച്ചെടുക്കാൻ പോവാണ്. ബാക്കി എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി നമ്മളൊന്ന് അരിച്ച് മാറ്റുക. ഈർപ്പം നന്നായിട്ട് മാറിയിട്ട് വേണം നമുക്ക് ബ്രെഡിലേക്ക് ചേർക്കാൻ. അടുത്തത് ഇനി നമ്മൾ ബ്രെഡ് ഡോ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുള്ള ഈസ്റ്റ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി 3/4 കപ്പ് ചൂട് പാലിലേക്ക് 1/3 കപ്പ് പഞ്ചസാരയും 2 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റും ചേർത്ത് നമുക്കതൊന്ന് പൊങ്ങാൻ വയ്ക്കാം. ഇനി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ നേരെ നമുക്കിത് പൊടിയിലേക്ക് ചേർത്താൽ മതിയാവും. ഇതൊന്ന് അടച്ചു വെച്ച് പൊങ്ങാൻ വയ്ക്കാം. ഇനി നമ്മളൊരു വലിയ ബൗൾ എടുത്ത് അതിലേക്ക് 3 കപ്പ് മൈദ എടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണം. കറുവാപ്പട്ടപ്പൊടി 1/2 ടീസ്പൂൺ, ജാതിക്കപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ ഉപ്പ് 3/4 ടീസ്പൂൺ. ഇത് എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ആ മൈദയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു മുട്ടയാണ് ഇതിന് വേണ്ടത്. അത് നന്നായിട്ട് അടിച്ച് ബീറ്റ് ചെയ്ത് ഇതിനോട് ചേർക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ്, പൊങ്ങാൻ വെച്ച ഈസ്റ്റ് നമ്മൾ ഇതിനകത്ത് ചേർത്ത്, ഒപ്പം വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു സ്പെഷ്യൽ ഫ്രൂട്ട് ബ്രെഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്പൈസസും ഒക്കെ ആഡ് ചെയ്ത് മുട്ടയൊക്കെ ആഡ് ചെയ്ത് നല്ല റിച്ചായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ഡോ നന്നായിട്ടൊന്ന് വലിച്ച് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ഏതാണ്ട് 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. അതായത് ഒരു 50 ഗ്രാം ബട്ടറാണ്, അതായത് ഒരു 3.5 ടേബിൾ സ്പൂൺ ബട്ടർ വരും. അത് നന്നായിട്ട് ചേർത്ത് ഒരു 10-12 മിനിറ്റോളം നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഇത് കുറച്ച് സമയമെടുത്ത് നമ്മളിത് കുഴക്കേണ്ടി വരും. പക്ഷേ ഈ ഡോ നന്ന രീതിയിൽ കുഴച്ച് വരുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ഡോ നമുക്ക് കിട്ടും. നല്ലൊരു എന്താ പറയുക, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡോ കിട്ടണമെങ്കിൽ നമ്മൾ സമയം എടുത്ത് തന്നെ അത് കുഴക്കണം. ഇപ്പോൾ ഏതാണ്ട് 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല രസമായിട്ട് ആ ഡോ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊങ്ങാൻ വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ബട്ടറോ ഓയിലോ എന്തെങ്കിലും തൂത്ത് ഡോ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിലൂടെ ഒന്ന് തേച്ച് കൊടുക്കണം, അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി. ശേഷം നമുക്ക് ഇതൊന്ന് ഡബിൾ ആവുന്നവരെ നമുക്കിതൊരു ചൂടുള്ള ഏതെങ്കിലും സ്ഥലത്തൊന്ന് അടച്ച്, ഒരു ക്ലിംഗ് ഫിലിമോ എന്തെങ്കിലും ഇട്ടൊന്ന് അടച്ച്, അല്ലെങ്കിൽ തുണിയായാലും മതി, അടച്ച് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ എയർ ഒന്ന് പഞ്ച് ഇത് കളഞ്ഞിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്രെഡിന് ഒന്ന് നീഡ് ചെയ്തെടുക്കണം. നല്ലൊരു സർഫസിലേക്കിട്ട് നമുക്ക് പതുക്കെ ഇതിനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ വേണം നമുക്കിതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ മൈദയൊക്കെ തൂവിക്കൊട്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഫ്ലവറൊക്കെ ഡസ്റ്റ് ചെയ്ത് നമ്മളതിനെ ഒന്ന് പരത്തിയെടുക്കണം.
ഒരു റോളർ കൊണ്ട് പതുക്കെ, ഒത്തിരി പ്രഷറൊന്നും കൊടുക്കണ്ട, നമുക്കൊന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കണം. പരത്തി എടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സും ഒക്കെ ഒന്ന് ഇതിനെ പുറത്ത് വിതറാനായിട്ട്. അപ്പം വലിയ പ്രഷർ കൊടുക്കാതെ പതുക്കെ ഒന്ന് റോൾ ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, അതിപ്പോൾ ഏതാണ്ട് ഒരു 2-3 മണിക്കൂറായിട്ടുണ്ട്, അതിൻ്റെ ഈർപ്പം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി അത് ഇതിൻ്റെ പുറത്തേക്ക് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്യുകയാണേ. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല റിച്ച് ആയിട്ടുള്ളൊരു ബ്രെഡാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 200 ഗ്രാമോളം ഫ്രൂട്ട്സും നട്ട്സും ഉണ്ട് ഇതിനകത്ത്. പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. പിന്നെ ഇനി ഈർപ്പം ഏതാണ്ട് എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മാവൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒരറ്റത്തുനിന്ന് പതുക്കെ ഒരു ലൂസ് ഹാൻഡിൽ, ഒത്തിരി പ്രഷർ കൊടുക്കാതെ നമ്മൾ അതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ റോൾ ചെയ്യണം. അധികം പ്രഷർ കൊടുക്കണ്ട. നന്നായിട്ട് റോൾ ചെയ്ത് എടുക്കുക. നമ്മുടെ ഡോ നല്ല എലാസ്റ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വേറെ ഒരു പൊട്ടലോ ഒന്നുമില്ല. അപ്പം നന്നായിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഇനി നമ്മൾ അതിനെ വളരെ ബ്രെഡ് ഡോ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരറ്റത്തുനിന്ന് പിഞ്ച് ചെയ്തിങ്ങനെ സീൽ ചെയ്തെടുക്കുക. അങ്ങ് അറ്റം വരയ്ക്കും നമ്മളത് സീൽ ചെയ്ത് വയ്ക്കുക. ഇതുപോലെ ഇപ്പോൾ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളത് സീൽ ചെയ്ത് എടുക്കുക. അതൊരു ഒരു നീളത്തിന് ചെയ്ത ശേഷം നമ്മളതൊരു ഇനി രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അകത്തെ രണ്ടായിട്ട് മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ അകത്തെ നമ്മുടെ നട്ട്സിൻ്റെയും ലെയർ നമുക്കിപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും. ഇനി അങ്ങ് അറ്റം വരെ കട്ട് ചെയ്യേണ്ട. അവിടെ നമ്മളതിനെ പതുക്കെ ഒരറ്റത്തൊന്ന് ചുരുട്ടിയെടുത്ത് നമുക്ക് നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ അത് കാണാനായിട്ട്. ഇനി അത് നന്നായിട്ട് ഒരറ്റത്തൊന്ന് ചുരുട്ടി നമുക്കതൊന്ന് കുറച്ച് മൈദ വേണമെന്നുണ്ടെങ്കിൽ അത് ഡസ്റ്റ് ചെയ്ത് നമ്മളൊന്ന് വൃത്തിയായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ഇത് വെക്കാനുള്ള പാൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അടിയിലെ നമ്മളൊരു ബട്ടർ പേപ്പറോ കുറച്ച് ബട്ടറോ ഒക്കെ തൂത്ത് കൊടുത്ത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്കതൊന്ന് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ ഒരു ബട്ടർ വെച്ചൊന്ന് ഒരു ബട്ടർ പേപ്പർ ഇട്ടൊന്ന് ലൈൻ ചെയ്യുക. എന്നിട്ട് വളരെ വളരെ ഫ്രീ ഹാൻഡിൽ നമ്മൾ അതിനകത്തേക്ക് ഇറക്കി വെച്ച് ഇനി നമുക്കിത് വീണ്ടും ഒരു റൈസിനൂടെ വെക്കാനുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു തുണി വെച്ച് നമ്മളൊന്ന് മൂടി ഇനി ഒരു 45 മിനിറ്റ് നമ്മൾ വീണ്ടും ഒരു സെക്കൻഡ് റൈസിന് വേണ്ടി വെച്ച്. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു എഗ് വാഷ് കൊടുക്കാം അതിന് ഞാനിപ്പോൾ മുട്ടയുടെ മഞ്ഞയും കുറച്ച് ബട്ടറും കുറച്ച് പാലും കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഒരു എഗ് വാഷ് കൊടുക്കാൻ പോവുകയാണ്. നല്ലൊരു ഗോൾഡൻ കളറൊക്കെ കിട്ടാനായിട്ട് ഇത് സഹായിക്കും. നന്നായിട്ടൊന്ന് ഇപ്പോൾ 45 മിനിറ്റ് ശേഷം ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളത് ഒരു എഗ് വാഷും കൂടെ ചെയ്ത് നമ്മളത് ഓവനിലേക്ക് വെക്കും. ഇപ്പോൾ ഞാൻ ഓവൻ നമ്മൾ 10 മിനിറ്റ് ആയിട്ട് അത് 180 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്താൽ വെച്ചേക്കുവാണ്. ഇപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മളത് മിഡിൽ റാക്കിലേക്ക് നമ്മൾ എടുത്ത് വെക്കുവാണ്. മിഡിൽ റാക്കിൽ നമ്മൾ ഇത്രയും ഡെൻസ് ആയിട്ടുള്ള ഇത്രയും ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു 30 മിനിറ്റ് മിഡിൽ റാക്കി വെച്ചിട്ട് അവസാനത്തെ 30 മിനിറ്റ് നമ്മൾ താഴത്തെ 30 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ തുറക്കാവുള്ളൂ. അത് കഴിഞ്ഞ് അവസാനത്തെ 30 മിനിറ്റ് താഴത്തെ റാക്കിലേക്ക് എടുത്തു വെക്കണം. കാരണം ഇത് ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് വളരെ സാവധാനത്തിൽ കുക്ക് ചെയ്യേണ്ട ഒരു ബ്രെഡാണ്. നമ്മുടെ ബ്രെഡ് ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമ്മുടെ എഗ് വാഷൊക്കെ ചെയ്തുകൊണ്ടാണ് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതൊരു ഫെസ്റ്റീവ് ബ്രെഡാണല്ലോ, നമുക്കൊരു ഹണി ഗ്ലേസ് കൂടെ കൊടുക്കാം. ഒരു ടീസ്പൂൺ തേനും 1 ടീസ്പൂൺ ബട്ടറും മെൽറ്റ് ചെയ്തതും കൂടെ വെച്ച് നല്ലൊരു ഹണി ഗ്ലേസ് കൂടെ നമ്മൾ ഇതിനകത്ത് കൊടുക്കാൻ പോകണേ. അപ്പോൾ നല്ലൊരു മണമാണ്. ഈ ഹണിയും ഇതുകൂടെ ചെയ്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഹണി ഗ്ലേസ് എന്തായാലും ചെയ്യണം കേട്ടോ. ഒരു പ്രത്യേക എന്താ പറയണ ഒരു ഫെസ്റ്റീവ് ലുക്കാണ് ഇപ്പോൾ ഇതിനൊരു ക്രിസ്മസ് ബ്രെഡിൻ്റെ എല്ലാ ലുക്കും അതിന് വന്നിട്ടുണ്ട്. പങ്കാളി ഈ ഹണി ഗ്ലേസ് ഒക്കെ ചെയ്ത് ഇപ്പോൾ നല്ല ലുക്കായിട്ടുണ്ടല്ലേ, നല്ല മണവും എന്താണെങ്കിലും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക.
പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്രിസ്മസിനോടനുബന്ധിച്ച് തീർച്ചയായും പരീക്ഷിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് എളുപ്പം ഉണ്ടാക്കാവുന്ന അല്ലേ, ഭയങ്കര റിച്ചും ആയിട്ടുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രൂട്ട് ബ്രെഡാണിത്. പരീക്ഷിച്ച് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ പുതിയ പുതിയ വിഭവങ്ങളും പുതിയ പുതിയ രുചികളുമായിട്ട് വിരാടൻ രുചിക്കളം വീണ്ടും വരുന്നതാണ്. വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. പങ്കാളി നമസ്കാരം.